ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് നമുക്ക് ഡെമോയില് എങ്ങനെ ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മൾ റിയലിലുള്ള ആ മണി മാനേജ്മെന്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെമോയില് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് ഡെമോയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിന്നിങ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വിന്നിങ് റേഷ്യോ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു ഇമോഷൻ ചേഞ്ച് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഡെമോയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റിയൽ മണിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു എമൗണ്ട് ഡെമോയില് ബാലൻസ് വെക്കുക. അതായത് നമുക്ക് ഡെമോയിൽ എന്തായാലും 10,000 അടുത്ത് അക്കൗണ്ട് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് ബാക്കി ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ $132 ഉള്ളൂ ഞാൻ ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു റിയലിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, അതായത് നമ്മളൊരു നോർമലി യൂസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഈ $132 1% ആണ് ഞാൻ ഒരു ട്രേഡിന് യൂസ് ചെയ്യുന്നത്, അത് 1.32. അപ്പൊ നിങ്ങൾ ഡെമോയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് അതായത് നിങ്ങൾ റിയലിൽ എത്രയാണോ യൂസ് ചെയ്യുക ആ ഒരു എമൗണ്ടിന്റെ അടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെമോയിൽ സെറ്റ് ചെയ്യുക. അതായത് അപ്പൊ ഒരു മണി മാനേജ്മെന്റ് നിങ്ങൾക്ക് റൂള് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനിവിടെ 1.32 ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിയലിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇമോഷണൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ ചേഞ്ച് ആണ് നമുക്ക് എപ്പോഴും ഡെമോയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിന്നിങ് കൂടുന്നതും റിയലില് ലോസും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഡെമോയിലും ഈ ഒരു സെയിം മണി മാനേജ്മെന്റ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു പരിഹാരം ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1.32 ആണ് നമ്മുടെ ഒരു ട്രേഡിന്റെ എമൗണ്ട്, അതായത് 1%. ഇപ്പൊ നമ്മൾ യൂറോ യൂഎസ്ഡിന്റെ ചാർട്ട് എടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ കാണാം ഡെമോയിലായാലും റിയലിലായാലും ഈ ചാർട്ട് സെയിം ആണ്. അപ്പൊ അത് പലർക്കും ഒരു സംശയമാണ്. ഇത് ഡെമോ അക്കൗണ്ട് ആണ്, ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂറോ യൂഎസ്ഡിന്റെ ചാർട്ട് ഇവിടെ, അതായത് സെയിം രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഡെമോയിൽ പ്രത്യേകിച്ച് ചാർട്ടിൽ മാറ്റം വരും അല്ലെങ്കിൽ റിയൽ ചാർട്ട് വ്യത്യാസപ്പെട്ടിട്ടാണോ, അങ്ങനെ അത്തരം സംശയങ്ങളിൽ ആവശ്യമില്ല. കാരണം ചാർട്ട് സെയിം ആണ്, അവിടെ സംഭവിക്കുന്ന ഇമോഷണൽ ചേഞ്ച് ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഡെമോയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് സെറ്റ് ചെയ്യുക, അതിന് 1% നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1% യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുശേഷം ഞാൻ ഇന്ന് യൂറോ യുഎസ്ഡി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. യൂറോ യുഎസ്ഡിയിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ ഓവറോൾ ട്രെൻഡ് എന്താണെന്നാണ്. അപ്പൊ ഓവറോൾ ട്രെൻഡ് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് വളരെ സിമ്പിൾ ആണ് ഇത് ചെക്ക് ചെയ്യാം. മാർക്കറ്റ് ഇപ്പൊ എന്താ ചെയ്യുന്നത്, മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യുന്നത്, അതായത് ഡൗൺ ട്രെൻഡിലാണ് പോകുന്നത്. അപ്പൊ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നിങ്ങൾക്ക് കാണുന്നത്, സെല്ലിംഗ് പ്രഷറിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോ ഓബിയസ്ലി എന്ത് സംഭവിച്ചാൽ സെല്ലേഴ്സ് കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ വിന്നിംഗ് റേഷ്യോ കൂടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെ ഒരു മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന എപ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലോയും ഹൈ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ലോ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാനുള്ള കാരണം മാർക്കറ്റിൽ ഫസ്റ്റിൽ വന്ന, അതായത് ഈ ഒരു പൊസിഷനിലെ ഫസ്റ്റത്തെ ലോ ഇതാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇവിടെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ന്യൂ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കും പോകും. കാരണം രണ്ട് പൊസിഷനാണ്, മാർക്കറ്റ് ഒന്നിലെ ഹൈ ഒന്നിലെ ലോ, ഈ രണ്ട് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഒരു റേഞ്ച് ആണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഹൈ ലോയും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഇതിൽ നോക്കാനുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ആ സപ്പോർട്ട് ഏരിയകൾ മാർക്ക് ചെയ്യാണ്. അപ്പൊ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരുന്നു. പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കൺഫർമേഷൻ ഇതാണ്, ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമിലാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒരു അടുത്തൊരു ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റാത്തത്, അതായത് ഇൻ കേസ് ഈ മാർക്കറ്റ് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിലും ഞാൻ ഇവിടുന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാത്തത്, ഇത് മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ലോയാണ് ഈ ഒരു കാണുന്നത്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ബ്ലാക്ക്. അപ്പൊ മാർക്കറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ വിക്ക് എന്ന് പറയുന്ന ഇത്രയും ഏരിയ വരെ മാർക്കറ്റ് ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിക്കിനെ ഫുൾഫിൽ ചെയ്യാണ് ഈ ഒരു 3 ക്യാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ബയ്യേഴ്സ് ആക്റ്റീവ് ആവുകയും നമ്മുടെ ആ ട്രേഡ് മിസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 50-50 ചാൻസേ നമുക്കുള്ളൂ. അതായത്
ഇൻ കേസ് വിൻ ആവാം, അതല്ലെങ്കിൽ ലോസ് ആവാം. ഇത്തരം പൊസിഷനിൽ നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുത്, കാരണം ഇതൊരു ഗാംബ്ലിംഗ് ആണ്. അതിന് പകരം നിങ്ങൾക്ക് ഒരു 80% അടുത്ത് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്, അത്തരം പൊസിഷനിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർസെന്റേജിന്റെ അടുത്ത് കൺഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യുക. കാരണം ആ പൊസിഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ട്രേഡ് എടുക്കുക, അതിനുശേഷം ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രേഡിൽ ആ ഒരു ലോസ് റിക്കവർ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സെയിം സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും 50-50% പോയിട്ട് ട്രേഡ് ചെയ്യരുത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരിക്കലും സെൽ ഓർഡർ പ്ലേസ് ചെയ്യാത്ത, ഞാൻ പറഞ്ഞു ഈ ഒരു വീക്ക് ഫുൾഫിൽ ആവാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് സെൽ ഓർഡർ പ്ലേസ് ചെയ്യരുത്, നമ്മൾ കൺഫർമേഷൻ എടുക്കുക. ഇനി നമുക്ക് കാണാം മാർക്കറ്റ് ഒറ്റ സിംഗിൾ ക്യാൻഡിലാണ് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷനും എടുക്കാത്തത്. അതായത് മാർക്കറ്റിൽ അബ്നോർമൽ ക്യാൻഡിൽസ് എന്ന് പറയും. അതായത് പ്രീവിയസ്ലി ഇത്രയും ക്യാൻഡിൽസിന്റെ അകത്ത് പെട്ടെന്ന്, അതായത് ഈ ഒരു മൊമെന്റത്തിന്റെ ഉള്ളിൽ പെട്ടെന്നാണ് ഇത്ര ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്, അതായത് ഒരു അബ്നോർമൽ ക്യാൻഡിൽ. ഈ അബ്നോർമൽ ക്യാൻഡിൽസിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീട്രേസ്മെന്റ്, മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക്, അതല്ലെങ്കിൽ ഒരു റീടെസ്റ്റിംഗ് ക്യാൻഡലിന് സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് വീണ്ടും നമ്മൾ ഈ ഒരു സോണിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം മാർക്കറ്റ് ഈ ഒരു ലോന് താഴത്ത് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിന്റെ ഇപ്പോഴുള്ള ടാർഗറ്റ്. അപ്പൊ ആ ഒരു ടാർഗറ്റ് ആണോ മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു ഹൈന്റെ മുകളിൽ അടുത്തൊരു ഹൈ ആണോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുന്നത്. അതിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ മാർക്കറ്റ് രണ്ട് സാധ്യതയേ ഉള്ളൂ. സെല്ലേഴ്സ് എപ്പോഴും ലോന് താഴെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബയ്യേഴ്സ് എപ്പോഴും ഹൈന്റെ മുകളിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അപ്പൊ സെല്ലേഴ്സ് ഈ ഒരു പൊസിഷന്റെ താഴത്ത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു ട്രേഡിന് സാധ്യത ഉണ്ട്. ബയ്യേഴ്സ് ഈ ഒരു ഹൈന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കണ്ടിന്യൂഷൻ ട്രേഡിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വെയിറ്റിംഗ് ടൈം ആണ് ഇപ്പൊ, അതായത് നമ്മളൊരു പ്രോപ്പർ കൺഫർമേഷനിലാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുന്നത്. ഇപ്പൊ 1 മിനിറ്റിന്റെ ട്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കൺഫർമേഷൻ എടുക്കുക. അടുത്തൊരു ഹൈ ക്രിയേറ്റ്, പ്രൈസ് ആക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് മാർക്കറ്റിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, അതായത് മാർക്കറ്റിൽ ബയ്യേഴ്സും സെല്ലേഴ്സും എവിടെയൊക്കെയായിരിക്കും ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക, അത്ര ഏരിയാസ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏതാണോ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ, അതായത് ബയ്യേഴ്സ് ആണോ സ്ട്രോങ് അല്ലെ സെല്ലേഴ്സ് ആണോ സ്ട്രോങ്, അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ മൊത്തം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് വീണ്ടും ഈ സോണിൽ എൻട്രി ചെയ്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. നമുക്കൊരു ബൈയിങ് എൻട്രിക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. അതുപോലെ സെല്ലിംഗ് ആണെങ്കിൽ ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓർഡറും പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ ലോ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അതായത് ഇതാണ് നമ്മുടെ പ്രീവിയസിലുള്ള ലോ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം, അതിനുശേഷം മാത്രമേ നമുക്ക് കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് എത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു പ്രോപ്പർ കൺഫർമേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഹൈന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് ബൈയിങ് പൊസിഷനിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം, കാരണം ഈ ഒരു പ്രൈസ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്തിട്ട് ഈ സോണിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ആണ്. അപ്പൊ ആ ഫസ്റ്റ് ട്രേഡ് മാക്സിമം കൺഫർമേഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടെ എല്ലാം സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ നിന്നാണ് പുഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിലെല്ലാം ബയേഴ്സ് ആക്റ്റീവ് ആണ്. മാർക്കറ്റ് പുഷ് ചെയ്ത് പോവാണ്. ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെല്ലേഴ്സ് ആണോ അല്ലെങ്കിൽ ബയേഴ്സ് ആണോ ഈ ലെവൽസുകൾ ബ്രേക്ക് ചെയ്യാൻ നോക്കാം. ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, അതായത് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബയേഴ്സിന്റെ കൂടെ പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ബയേഴ്സ് ആക്റ്റീവ് ആണ്. ബയേഴ്സ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ആ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ തൊട്ട് മുകളിലുള്ള അടുത്തൊരു പ്രൈസിങ് റേഞ്ച്. യെസ്, മാർക്കറ്റ്
ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് ടച്ച് ചെയ്യും, ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എൻട്രി മിസ്സായി. ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെയായിരുന്നു എൻട്രി എടുക്കേണ്ടിയിരുന്നത്, കാരണം ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഈ ഒരു സെക്കൻഡിൽ, അതായത് ഈ ഒരു പൊസിഷനിൽ വന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി അടുത്തൊരു ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലെവൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിനുശേഷം മാർക്കറ്റ് യെസ് ആ ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കിതൊരു ബൈയിങ് എൻട്രി ആയിരുന്നു, അപ്പൊ അത് ജസ്റ്റ് മിസ്സായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പൊസിഷൻ ഈ ഒരു പ്രൈസ് ആണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്തൊരു സോൺ. ഓക്കെ, ഇവിടെ നിന്നാണ് സെല്ലേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ബൈ ഐക്യു ഓപ്ഷനിൽ ഞാൻ ആ ഒരു ലെവൽസ് മാർക്ക് ചെയ്യാണ്. ഇതാണ് പ്രൈസ് റേഞ്ച്. അപ്പൊ മാർക്കറ്റ് ആ ഒരു സോണിൽ ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല. ഈ ഒരു സോണിൽ എൻട്രി ചെയ്താലേ നമുക്ക് റിവേഴ്സൽ ട്രേഡ് സാധ്യത ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സോണിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ ട്രേഡിന്റെ കൺഫർമേഷൻ കിട്ടിയാൽ റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്യാൻഡലിൽ ആ പൊസിഷൻ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മുടെ സോൺ അവിടെയാണ്, അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി ഇത്തരം പൊസിഷനിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. ഈ ഒരു പൊസിഷന്റെ അകത്ത് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 5 സെക്കൻഡ്സിലുള്ള ഒരു പ്രോപ്പർ റിവേഴ്സൽ പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ സെക്കൻഡ് ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഫസ്റ്റ് ടൈമിൽ തന്നെ മാർക്കറ്റ് ആ ഒരു പൊസിഷൻ ടച്ച് ചെയ്യാണ്, ഒരു റിവേഴ്സൽ പാറ്റേൺ തന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ലെവലിൽ നിന്നാണ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത്, അതായത് പ്രീവിയസിലുള്ള ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ആ ഒരു സോണിൽ എൻട്രി ചെയ്യാണ്ട് നമ്മൾ ആ ഒരു ട്രേഡ് അവിടെ പ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാറിന്റെ കീ ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ട്രേഡ് ഫസ്റ്റത്തെ 30 സെക്കൻഡ്സിൽ ഈ ഒരു പൊസിഷനിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം, ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് വീണ്ടും ആ ഒരു സോണിലേക്ക് തന്നെ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും ആ ഒരു സോണിന്റെ അടുത്ത് തന്നെയാണുള്ളത്. ഓക്കെ, 5 സെക്കൻഡ്സിൽ ഈ ഒരു സോണിൽ എൻട്രി ആയിട്ട് നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടണം, അപ്പൊ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണോ ക്ലോസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അടുത്ത ട്രേഡ്. നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് നോക്കാം ആ ഒരു ലെവലിൽ തന്നെയാണോ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെന്ന്, റീട്രേസ്മെന്റ് ആണോ നോക്കാം. ഓക്കെ, ഓക്കെ, മാർക്കറ്റ് അവിടെ ഒരു റീട്രേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ജസ്റ്റ് ഒരു മൂവിങ് തന്നു കഴിഞ്ഞാൽ, ഓക്കെ, മോർണിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, യെസ്, നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മളെ കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു റീടെസ്റ്റ് തന്നതിന് ശേഷം ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് 5 സെക്കൻഡ്സിലെ കൺഫർമേഷൻ ആണ്. ഇത് 1 മിനിറ്റിൽ എന്തുകൊണ്ട് അവിടുന്ന് ട്രേഡ് എടുത്തു എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ റീട്രേസ്മെന്റ് തന്നുകൊണ്ട് തന്നെ നമ്മുടെ കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അതായത് 5 സെക്കൻഡ്സിൽ കൺഫർമേഷൻ തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. 5 സെക്കൻഡ്സിലെ കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഈ ഒരു പ്രൈസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തു, മോർണിംഗ് സ്റ്റാറിന് റീടെസ്റ്റ് തന്നു, റീടെസ്റ്റിന്റെ ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ആ ഒരു ട്രേഡ് നമ്മൾ പിന്നായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതിന്റെ കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ.
നമ്മൾ ആ ഒരു മോർണിംഗ് സ്റ്റാർ വന്നു, മോർണിംഗ് സ്റ്റാറിന് ശേഷം വന്ന കൺഫർമേഷൻ ആണ് നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ എടുത്തത്? മാർക്കറ്റ് ഇവിടെ ഒരു റീട്രേസ്മെന്റ് തന്നത്. അതായത് പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ റീട്രേസ്മെന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. റീട്രേസ്മെന്റ് തന്നു, മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ഫെയിൽ ആയത് ബയേഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെ ഫെയിൽ ആയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതായത് പ്രീവിയസിലുള്ള റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ ആണത്. അതിനെ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം നോക്കാം. സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ സെയിം പൊസിഷൻ തന്നെയാണ് റിവേഴ്സ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, മാർക്കറ്റ് റിവേഴ്സ് ആവണം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് കൺഫർമേഷൻ ട്രേഡ് എടുക്കാൻ പറ്റാത്തത്? മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ സെല്ലിലേക്ക് പ്ലേസ് ചെയ്യരുത്. കാരണം മാർക്കറ്റിന്റെ അടുത്തൊരു സോൺ ഇതായിരുന്നു, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണമായിരുന്നു. ആ ലെവല് ഇതുവരെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടുന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. കാരണം ബയ്യേഴ്സ് ഈ ഒരു ലൈനിന് ആക്റ്റീവ് ആവുന്നതാണ്. അങ്ങനെ ബയ്യേഴ്സ് പ്രോപ്പർ ആയിട്ട് ആക്റ്റീവ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കൺഫർമേഷന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതല്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ടത് പ്രീവിയസിലെ ലെവൽ ഏതാണെന്നാണ്. അപ്പൊ പ്രീവിയസ്ലി ഇതായിരുന്നു ലെവല്. ഓക്കെ, പ്രീവിയസ് ലെവലിൽ ഞാൻ സോൺ മാർക്ക് ചെയ്യാണ്. മാർക്കറ്റ് ഇത്രയും ലെവൽ വരെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിന്റെ ഉള്ളിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, ആ ഒരു ലെവലിന്റെ ഉള്ളിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട്. യെസ്, മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർജിൻ സേഫ്റ്റിയിൽ മാത്രമേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ ആണ്. പ്രോപ്പർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യണം. ആ ഒരു റേഞ്ചിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുന്നില്ല. സെൽ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള റീടെസ്റ്റ് വരേണ്ടതാണ്. നമ്മൾ ആ ഒരു ട്രേഡ് അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. കാരണം നമുക്ക് ആ ഒരു ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു പ്രീവിയസ് ഉള്ള ലെവല്. അപ്പൊ മാർക്കറ്റ് ഇതുവരെ ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് 1 മിനിറ്റിൽ നോക്കിയാൽ കാണുന്നതാണ്, മാർക്കറ്റ് സെല്ലിലാണ് പോകേണ്ടിയിരുന്നെങ്കിൽ ഈ ഒരു സോണിൽ എൻട്രി ആയിട്ട് സപ്പോർട്ട് എടുക്കേണ്ടതാണ് ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത 30 സെക്കൻഡ്സിൽ താഴേക്ക് പുഷ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു സോണ് പ്രീവിയസിൽ ബയ്യേഴ്സ് ഉണ്ടായിരുന്ന സോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് വീണ്ടും ബയ്യേഴ്സ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ബ്രേക്ക് ഔട്ടിന് എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈ ടച്ച് ചെയ്യാതെയാണ് ഇവിടെ റിവേഴ്സ് ആയിട്ടുള്ളത്. മാർക്കറ്റ് മാക്സിമം ശ്രമിക്കുക ഈ ഒരു ഹൈക്ക് മുകളിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഈ ഒരു സോണിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം അവിടുന്ന് വീണ്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണോ ലഭിക്കുന്നതെന്ന്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് നമ്മൾ വിൻ ആയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ട്രേഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാക്സിമം കൺഫർമേഷന് ശേഷം മാത്രം അടുത്ത ട്രേഡ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെല്ലേഴ്സ് തന്നെയാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പൊ തേർഡ് ടൈമാണ് സെല്ലേഴ്സ് ആ സോണിന്ന് പുഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കൺഫർമേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ആ ഒരു പൊസിഷനിൽ മാർക്കറ്റ് ഏത് ഏരിയയിലാണ്, ബയ്യേഴ്സ് ആണോ ആക്റ്റീവ് ആവുന്നത്, സെല്ലേഴ്സ് ആണോ ആക്റ്റീവ്, അതിനനുസരിച്ച് നമ്മൾ അടുത്ത ട്രേഡ് പ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ഇൻഡിസിഷൻ പൊസിഷൻ ആണ് മാർക്കറ്റ്. ബയേഴ്സ് ആണെങ്കിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഹൈക്ക് വേണ്ടി മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയെല്ലാം നമുക്ക് 50-50 ചാൻസ് ആയതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സപ്പോർട്ടും ഉണ്ട്, ഇവിടെ റെസിസ്റ്റന്റും ഉണ്ട്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു രീതിയിലായിരിക്കും റൺ ചെയ്യുക. ഓക്കെ, കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ, ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ട്രേഡ് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല.
ഈ ഒരു പ്രൈസിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാൻഡലിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് നമ്മളിപ്പോഴുള്ള ഈ ഒരു ക്യാൻഡലിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ആ പ്രൈസ് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാത്തത്. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷനിൽ ഈ ഒരു പ്രൈസിന് ബ്രേക്ക് ചെയ്താലേ നമുക്ക് അടുത്തൊരു പ്രൈസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു പ്രൈസ് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ റിജക്ഷൻ വന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെയാണ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഏത് പൊസിഷനിലേക്കാണ് പോകുന്നത് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ഹെൽത്തി ക്യാൻഡിൽ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൈയിങ് പൊസിഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് യെസ് മാർക്കറ്റ് നല്ലൊരു സെല്ലിംഗ് പൊസിഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോണിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഈ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ലെവൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാടി കയറി ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാത്തത്. കാരണം മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വീണ്ടും ബൈയും പൊസിഷനിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ട കൺഫർമേഷൻ, അതായത് നമുക്കൊരു ക്യാൻഡില് റൺ ചെയ്യാനുള്ള പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്യാം. ഇത്രയും ലെവൽസ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ആ ലെവലുകളെല്ലാം ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിച്ചിട്ട് ഫെയിൽ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാർക്കറ്റ് എന്തായാലും ഈ ഒരു പൊസിഷനിൽ വന്ന് ലിക്വിഡിറ്റി ക്യാച്ച് ചെയ്ത് അടുത്തൊരു അറ്റംപ്റ്റ് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 സെക്കൻഡ്സിലെ കൺഫർമേഷൻ ആണ് വേണ്ടത്. 5 സെക്കൻഡ്സിൽ മോർണിംഗ് സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബൈയിങ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ലൊരു ബൈയിങ് എൻട്രി ആണ് ലഭിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, ഓക്കെ, മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ യെസ് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോർണിംഗ് സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ കോൾ ഓപ്ഷൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ മോർണിംഗ് സ്റ്റാർ നിങ്ങൾക്ക് കാണാം 3 ക്യാൻഡലിന്റെ പാറ്റേൺ ആണ്. അപ്പൊ ആ 3 ക്യാൻഡലിന്റെ പാറ്റേൺ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ആ മോർണിംഗ് സ്റ്റാർ വന്നതിന് ശേഷം 5 സെക്കൻഡ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇനി ട്രേഡ് എടുക്കാനുള്ള റീസൺ പറഞ്ഞ ഈ ഒരു പൊസിഷനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബയ്യേഴ്സിന്റെ കൂടെ പോകുന്നത് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഇത് നിങ്ങൾക്ക് കാണാം ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടുന്നാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു ഹൈനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം മാർക്കറ്റ് ഫെയിൽ ആയിട്ട് സെയിം സോണിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു വീണ്ടും ഒരു ബയ്യേഴ്സിന്റെ എൻട്രി ശ്രമിക്കുന്നതാണ്. അപ്പൊ അതിന് കൺഫർമേഷൻ ആണ് ഞാൻ ഇവിടെ 5 സെക്കൻഡ്സിൽ വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മളെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഈ ഒരു പൊസിഷനിലാണ്. നമ്മൾ സെക്കൻഡ് ട്രേഡും വിൻ ആയിട്ടുണ്ട്. അതിന് ഞാൻ കൺഫർമേഷൻ എടുത്തത് ഈ ഒരു മോർണിംഗ് സ്റ്റാർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോർണിംഗ് സ്റ്റാറിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. ആ റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി എടുത്തത്. നിങ്ങൾക്ക് ശേഷം അതിന് ശേഷം മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ക്ലോസ് ആയി. അപ്പൊ നമുക്ക് സെക്കൻഡ് ട്രേഡും വിൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ക്യാൻഡില് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഈ ഒരു ബൈയിങ് ക്യാൻഡില് നിങ്ങൾക്ക് കാണാം ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം മാർക്കറ്റിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ബയ്യേഴ്സ് ഇവിടെ എൻട്രി ആയി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും സെല്ലേഴ്സ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുക അടുത്തൊരു പൊസിഷന്. അപ്പൊ നമ്മൾ ഒരുപാട് ലൈൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ലാസ്റ്റിലുള്ള ഈ ഒരു സോണാണ്. ഇപ്പൊ ലോണിന് താഴത്ത് അടുത്തൊരു ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും പുഷ് ചെയ്യുന്നതാണ് താഴേക്ക്. അപ്പൊ നമുക്ക് വേണ്ടത് അതിന്റെ കൺഫർമേഷൻ ആണ്. യെസ്, ഇതാണ് സോൺ. അപ്പൊ ആ ഒരു സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ മാർക്കറ്റ് കാണാം ഇതായിരുന്നു പ്രീവിയസ്ലി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വേണ്ട ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് വീണ്ടും ഒരു ലോ ബ്രേക്ക്, അതായത് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്ത് ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കോൾ ഓപ്ഷൻ പോകായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തത്, അവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു ലോ, അതായത് പുഷ് ചെയ്യുന്നത് മാർക്കറ്റിനെ താഴേക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു ലോനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്തൊരു ലോയിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആകെ ഒരൊറ്റ ട്രേഡിനാണ് സാധ്യത ഉള്ളത്, സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ. അതായത് മാർക്കറ്റ് ഓൾറെഡി മൂവ്മെന്റ് ഇവിടെ വെച്ച് ബ്രേക്ക് ആയി, അതിനുശേഷം മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ട്
ബയേഴ്സ് ആണ് എൻട്രി ആവുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാൻ പറ്റാത്തത്? നമുക്ക് ഇവിടെ പ്രീവിയസ്ലി ലെവൽസ് ഉണ്ട്. ഇതൊരു പ്രീവിയസ് ലെവലാണ്. അപ്പൊ ആ ഒരു ലെവലിന്റെ അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു സപ്പോർട്ടീവ് ഏരിയ ഏതാണെന്ന് ആദ്യം കൺഫർമേഷൻ എടുക്കുക. അതിനുശേഷം മാത്രം ട്രേഡ് പ്ലേസ് ചെയ്യാം. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു മൊമെന്റത്തിന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ വന്നു. ഈ ഒരു പ്രൈസ് ഇതിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു ക്യാൻഡലിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. കാരണം മാർക്കറ്റിന്റെ അടുത്ത ടാർഗറ്റ് ഈ ഒരു ഹൈന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് 3 സപ്പോർട്ട് എടുത്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡലിന് ശേഷം എനിക്ക് അടുത്തൊരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിന് ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മാർജിൻ സേഫ്റ്റി, യെസ്, മാർക്കറ്റ് പുൾ ബാക്ക് തന്നു. വീണ്ടും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. കണ്ടിന്യൂഷൻ പാറ്റേൺ വരണം. മാർക്കറ്റ് ഇപ്പോഴും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേൺ വന്നിട്ടില്ല. 5 സെക്കൻഡ്സിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ബയേഴ്സ് ആക്റ്റീവ് ആണെങ്കിൽ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ വന്നാൽ മതി. ഓക്കെ, ഫെയിൽ തന്നെയാണ് ബയേഴ്സ്. അപ്പൊ നമ്മൾ ആ ഒരു ട്രേഡ്, യെസ്, ആ ഒരു ട്രേഡിന്റെ ടൈം ഔട്ട്. ഓക്കെ, നമുക്ക് അവിടെ ഈ ഒരു ക്യാൻഡിൽ ടൈം ഔട്ട് ആയി. അതുകൊണ്ട് നമ്മൾ അവിടെ കോൾ ഓപ്ഷൻ എടുക്കുന്നില്ല. കാരണം മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബൈയിങ് ക്യാൻഡിൽ, അതായത് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു പൊസിഷനിൽ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഈ ഏതെങ്കിലും പൊസിഷനിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ 5 സെക്കൻഡ്സിൽ അത്ര ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാം, സെല്ലേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുണ്ട്. യെസ്, മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാൻഡില് നമുക്ക് ഇവിടെ സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈ. ഈ ഒരു ഹൈന് മുകളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ബൈ ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സെൽ ഓർഡറും പ്ലേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് മാർക്കറ്റ് പുൾ ബാക്ക് എടുത്തു? ഈ ഒരു മൊമെന്റത്തിന് മാർക്കറ്റ് റിവേഴ്സൽ പാറ്റേൺ തന്നു. അതിനുശേഷം ഇവിടെ ഒരു റീട്രേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഈ റീട്രേസ്മെന്റ് ഹൈന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു 80% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രേഡ് എടുക്കാൻ പറഞ്ഞത്. ഈ ഒരു പ്രൈസിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. യെസ്, ഇവിടെ എനിക്ക് 90% കൺഫർമേഷൻ ആണ്. അടുത്ത ക്യാൻഡില് നമ്മൾ ഈസി ആയിട്ട് കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. കാരണം യെസ്, മാർക്കറ്റ് എനിക്കൊരു പുൾ ബാക്ക് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെറിയ പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ എൻട്രി പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ട്രേഡ് അവിടെ മിസ്സായിട്ടുണ്ട്. നമുക്ക് ആ ഒരു എൻട്രി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ട്രേഡ് ഒഴിവാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ഡെമോയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ട്രേഡ് വിൻ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ എൻട്രി എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം ആ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്കിതിൽ അത്രയും കൺഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ, അതായത് ഇതായിരുന്നു നമ്മുടെ എൻട്രി പൊസിഷൻ, ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ. അതായത് സപ്പോർട്ടിങ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവ്മെന്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മാർക്കറ്റിന്റെ ടാർഗറ്റ്. ഓക്കെ, യെസ്, അപ്പൊ നമ്മൾ ആ ഒരു ട്രേഡ് വിൻ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ആ ഒരു എൻട്രി ലഭിക്കാത്തതുകൊണ്ട് മിസ്സായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ഒരു ക്യാൻഡില് നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻഡിലായിരുന്നു. പക്ഷെ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് എൻട്രി ലഭിക്കാത്തതുകൊണ്ട് മിസ്സായി. അപ്പൊ ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതായത് മാർക്കറ്റിന്റെ ടാർഗറ്റ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞ മാർക്കറ്റ് അടുത്തൊരു ഹൈക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ക്യാച്ച് ചെയ്ത് മൂവ് ചെയ്യാണ്. മാർക്കറ്റ് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പ്രൈസിന്റെ മുകളിൽ ഈ ഒരു ക്യാൻഡലും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോഡി ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ലെവലിൽ പ്രൈസിന് ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലാണ് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് കൺഫർമേഷൻ ആണ്. അതല്ല, ഈ ഒരു ക്യാൻഡിലും ഇതിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റിൽ അവിടെ വിൻ ആയിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു ട്രെൻഡിനെ ഇവിടെ ചേഞ്ച് ആയി.
ഓക്കെ, യെസ്. അപ്പൊ മാർക്കറ്റ് അവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്രയും നോക്കാനുള്ളൂ. ഒരു കൺഫർമേഷൻ, ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സിൽ റീട്രേസ്മെന്റ് നോക്കാണ്. യെസ്, യെസ്. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ട്രേഡ്. ഓക്കെ, ഓക്കെ. മാർക്കറ്റ് പുഷ് ചെയ്യാണ്, സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. യെസ്. നമുക്ക് വേണ്ടത് അവിടെ നിന്ന് ഒരു യെസ് ബൈയിങ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ബയേഴ്സ് സെല്ലേഴ്സിന്റെ എൻട്രി ലഭിച്ചു. അപ്പൊ മാർക്കറ്റ് അടുത്തൊരു ലോയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് വീണ്ടും ഒരു സെൽ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്? അത് വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? മാർക്കറ്റ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ ഹൈ ക്രിയേറ്റ് ചെയ്യാണ്ട് ഫെയിൽ ആയി. സെക്കൻഡ് ടൈമിൽ അതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടും ബോഡി അതിന്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ എന്തുണ്ട്? സെല്ലേഴ്സ് അത്രയും അഗ്രസീവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഞാൻ സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. അവിടെ തന്നെ ഞാൻ 5 സെക്കൻഡ്സിൽ കൺഫർമേഷൻ ആണ് എടുത്തിട്ടുള്ളത്. യെസ്, ഈ ഒരു പ്രൈസ്, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ആണ് എന്റെ കൺഫർമേഷൻ. ആ ഒരു ക്യാൻഡിൽ ആണ് മാർക്കറ്റിനെ താഴേക്ക് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നമുക്ക് ആ ഒരു ട്രേഡ്, നമ്മുടെ മൂന്നാമത്തെ ട്രേഡ് ഇന്ന് വിൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 ട്രേഡ് ഇന്നിപ്പോ ഈ ഒരു പൊസിഷനിൽ വിൻ ആയി. അപ്പൊ നമ്മൾ എടുത്ത ട്രേഡുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 സെക്കൻഡ്സിൽ കൺഫർമേഷൻ നോക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ 5 മിനിറ്റ്സിൽ നമ്മൾ കൺഫർമേഷൻ എടുക്കുമ്പോൾ അതൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇവിടുന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. അതായത് പ്രീവിയസ്ലി മാർക്കറ്റ് പുഷ് ചെയ്തു, അതിനുശേഷം ഇതായിരുന്നു ആ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ. അപ്പൊ അതിനെയാണ് ഞാൻ ഇവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 3 ട്രേഡ് എടുത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്യുന്നത്. ഇനി ഈ മാർക്കറ്റിൽ നമ്മൾ നാലാമതൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് അടുത്തൊരു എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു റീട്രേസ്മെന്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ വീണ്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹൈന്റെ മുകളിൽ ഈ, അതായത് ഫസ്റ്റ് ടൈമിൽ ഇവിടെ വന്ന സമയത്ത്, അതായത് ഈ സമയത്ത് വന്നപ്പോൾ ഫെയിലായി, ഈ സമയത്ത് ഫെയിലായി, അടുത്ത സമയത്തും ഫെയിലായി. ഇനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബൈയിങ് ക്യാൻഡലിൽ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലോക്ക് താഴെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. കാരണം ബയ്യേഴ്സ് ഫെയിൽ ആയ സ്ഥിതിക്ക്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ റീട്രേസ്മെന്റ് ആണ്. അതല്ല സെല്ലിംഗ് ക്യാൻഡിൽ ആണെങ്കിൽ വീണ്ടും ഒരു മൂവ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ലഭിക്കുന്നതെങ്കിൽ, എൻഗൾഫിംഗ് ആണോ എന്ന് മാത്രം നോക്കാം. അവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് നാലാമത്തെ ട്രേഡ്, യെസ്. ഓക്കെ, നമുക്ക് അവിടെ എൻട്രി മിസ്സായി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. റീട്രേസ്മെന്റ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഓക്കെ. നമുക്ക് വേണ്ടത് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ആണ്. ഓക്കെ, മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്തു. കാരണം നമുക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിലാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അപ്പോഴേക്കും നമുക്ക് ആ ഒരു എൻട്രി മിസ്സായി. നിങ്ങൾക്ക് കാണാം ഇതൊരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസിനെ ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്തു. ഞാൻ ആ ഒരു പൊസിഷനിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കത് കൺഫർമേഷൻ എടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ലെവലിനെ ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പ്രൈസിനെ ഇവിടെ പ്രീവിയസ്ലുള്ള ഈ ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെല്ലേഴ്സ് അത്രയും ആക്റ്റീവ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഇതൊരു പ്രോപ്പർ ക്യാൻഡിലായി ക്ലോസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. കാരണം നമുക്ക് എൻട്രി ഇവിടെ മിസ്സായി. ഓക്കെ, യെസ്, പെർഫെക്റ്റ്. അപ്പൊ നമ്മള് ഒരു ജസ്റ്റ് പുൾ ബാക്ക്, യെസ് യെസ്, ജസ്റ്റ് പുൾ ബാക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു പുൾ ബാക്കിന് വേണ്ടി എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു? ഈ ഒരു പൊസിഷനിൽ എന്തുകൊണ്ടാണ് ഞാൻ സെല്ലേഴ്സിന്റെ കൂടെ പോവാതെ വീണ്ടും ബയ്യേഴ്സിന്റെ കൂടെ പോയത്? ഇതിൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? നമ്മൾ ഇതില് പ്രൈസിന്റെ ആക്ഷൻ മാത്രം നോക്കിയാൽ മതി. മാർക്കറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിലൂടെ ഫെയിൽ ആയി, മാർക്കറ്റ് പുൾ ബാക്ക് എടുത്തു. വീണ്ടും മാർക്കറ്റ് ശ്രമിച്ചു, ഫെയിൽ ആയി, പുൾ ബാക്ക് എടുത്തു. ഈ ഒരു പുൾ ബാക്ക് നല്ലൊരു എൻഗൾഫിംഗ് പാറ്റേണിലാണ് പോയിട്ടുള്ളത്. അതായത് ഇത്ര ദൂരെ റൺ ചെയ്യാനുള്ളൂ. മാർക്കറ്റ് എന്ത് ചെയ്യും? മാക്സിമം ആ പ്രൈസിനെ പുഷ് ചെയ്യും. അതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബയ്യേഴ്സിന്റെ ടാർഗറ്റ്. അവരത് അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആ സമയത്ത് മൊമെന്റ് ആരെ കൂടെയാണ്, അതായത് ആ സമയത്ത് ആരാണോ അഗ്രസീവ് ആയിട്ടുള്ളത് അവരെ കൂടെ ട്രേഡ് ചെയ്യുക, ആ പൊസിഷനിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡിംഗ് ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ സെല്ലേഴ്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. കാരണം എന്താ?
ഈ ഒരു പൊസിഷൻ ഓൾറെഡി ബയേഴ്സ് ഫസ്റ്റ് ടൈമിൽ ഫെയിൽ ആയതിനു ശേഷം 2 ക്യാൻഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് റീട്രേസ്മെന്റ് ആണ്, അതായത് ഈ ഒരു മൊമെന്റത്തിന്റെ റീട്രേസ്മെന്റ് ആണ്. അതിനർത്ഥം മാർക്കറ്റിൽ ബയേഴ്സ് തന്നെയാണ് ആക്റ്റീവ്. അവരെന്താ ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്യാൻഡലിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് അടുത്തൊരു മൊമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ക്യാൻഡിൽ നമ്മുടെ ആ ലെവലിനെ ബ്രേക്ക് ചെയ്തു. ഇതാണ് ബ്രേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈമിൽ മാർക്കറ്റ് ഒരു ആക്ഷൻ എടുക്കുന്നു, സെയിം പൊസിഷൻ തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് ടൈം ശ്രമിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിരിക്കണം. അതായത് എൻഗൾഫിങ്ങോ മോർണിംഗ് സ്റ്റാറോ അത്തരം ഹാമർ ക്യാൻഡലോ അത്തരം പാറ്റേൺസ് ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, അടുത്തൊരു ക്യാൻഡൽ അതിനനുസരിച്ച് മൂവ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4ാമത്തെ ട്രേഡും നമ്മളിവിടെ വിൻ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, ഈ ഒരു പൊസിഷനിൽ നമ്മൾ ക്ലോസ് ചെയ്തു. അതായത് നമുക്ക് ഈ ഒരു ട്രേഡും വിൻ ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ തുടങ്ങിയത് $132 എന്നാണ്. അപ്പൊ നമ്മൾ 4 ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഡെമോയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഞാൻ ഒരു 1% മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് റിയൽ മണിയിൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ പ്രൈസ് ആക്ഷൻ ആണ്. മാർക്കറ്റ് ഒരു പ്രൈസിൽ നിന്ന് അടുത്ത പ്രൈസിലേക്ക് എങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് റീഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡിങ് കുറച്ചും കൂടി മനസ്സിലാവുന്നതാണ്, കുറച്ചുകൂടി ഈസി ആവുന്നതാണ്. അതായത് നമ്മുടെ ലോസുകളെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അടുത്തൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഒരിക്കലും 50-50 ചാൻസിലുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക. അതായത് ഒരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. ഒരു 80% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ട്രേഡ്സ് എല്ലാം ഈ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമാണ്. ഈ 80% കൺഫർമേഷനിൽ നിങ്ങൾക്ക് ഫെയിൽ ആവാം. അതായത് മാർക്കറ്റിൽ ഒരിക്കലും 100% നമ്മൾ എടുക്കുന്ന ട്രേഡ് വിൻ ആവില്ല. പക്ഷെ ഈ 80% എടുക്കുന്ന ട്രേഡ് മിസ്സായാലും അടുത്തൊരു പൊസിഷന് നിങ്ങൾ 80% കൺഫർമേഷൻ എവിടെയാണോ ലഭിക്കുന്നത് അവിടെ മാത്രം ട്രേഡ് ചെയ്യാം. അതല്ലാതെ ഈ ഒരു ട്രേഡ് മിസ്സായതുകൊണ്ട് അടുത്ത ട്രേഡ് പോയിട്ട് ഗാംബ്ലിംഗ് ചെയ്യാണ്ടിരിക്കുക. അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതേപോലെ സെറ്റപ്പ് കവറായി വന്ന് 80% കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാം. അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. കാരണം ഇതിന് മാക്സിമം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് പ്രൈസ് ആക്ഷൻ മാർക്കറ്റിനെ റീഡ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫോറക്സിലാണ് ചെയ്യുന്നതെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, ക്യാൻഡിൽസ് റീഡ് ചെയ്യുക. ക്യാൻഡിൽസ് റീഡ് ചെയ്ത് അടുത്തൊരു ഹൈ ഏതാണ്, മാർക്കറ്റിന്റെ അടുത്ത ടാർഗറ്റ് എന്താണ് നോക്കുക. ഇതാണ് ഇവിടെയുള്ള ഹൈ, മാർക്കറ്റിന്റെ ടാർഗറ്റ് ഹൈ ടച്ച് ചെയ്യലാണ്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ റിവേഴ്സൽ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുപോലെ മാർക്കറ്റിനെ റീഡ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.